ഹലോ നമസ്കാരം. കുക്കി ട്രാവലിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഓട്സും കൊണ്ട് എങ്ങനെ നമുക്കൊരു പായസം ഉണ്ടാക്കാമെന്നാണ്. ഓട്സിൻ്റെ പായസം ഉണ്ടാക്കാനായിട്ട് ഓട്സിൻ്റെ 1.5 കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നമ്മൾക്ക് ഇടാൻ വേണ്ടിയുള്ള നട്ട്സും മുന്തിരിയും ചെറിയ നമ്മുടെ കപ്പലണ്ടിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചവ്വരിയുടെ ഒരു കുറച്ച് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. പാല് ഞാൻ 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് എടുത്തേക്കുവാണ്. കാരണം നമ്മൾ തിളപ്പിച്ചില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ തിളപ്പിച്ചാറിയിട്ട് നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റും. അതായിരിക്കും നല്ലത്. ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ആ നട്ട്സൊക്കെ ഒന്ന് ഇടുകയാണ്. അത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാം. ഇത് നല്ലൊരു ഹെൽത്തിയാണ്. നമ്മൾ ഓട്സ് സാധാരണ നമ്മൾ പല രീതിയിലും കഴിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു പായസം ആവും, അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഓട്സ് നമുക്ക് ഈ നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ നെയ്യ് എല്ലായിടത്തും ആക്കിക്കൊണ്ടത് വലിയതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകണ്ട. ആ നെയ്യ് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വലിയ ബ്രൗൺ കളർ വരെ ആകേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇനിയും പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിനകത്താണ്. അതിനകത്ത് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചിട്ട് ഓട്സ് അതിലേക്ക് ഇടുകയാണ്. സാധാരണ ഓട്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. നമ്മൾ സാധാരണ ഓട്സ് ഉണ്ടാക്കുന്ന നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ അത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓട്സ് ആയതുകൊണ്ട്. ഈ ഓട്സ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ചവ്വരി കൂടെ മിക്സ് ചെയ്യാം. ചവ്വരി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഇത് പായസത്തിൽ ഇടാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നൈസായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ഓട്സ് ഇപ്പം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു 1/2 കപ്പ് ശർക്കരയാണ്. എൻ്റെ ഇരിക്കുന്ന പൊടി ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് പാനീയമാക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഒരു 1/2 കപ്പ് ശർക്കരയാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്തോണം. ഇപ്പോൾ ശർക്കരയുടെ ഒരു മധുരം എന്തായാലും വരും. കുറവാണെന്നുണ്ട് തോന്നുവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് വിടാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പാല് മിക്സ് ചെയ്യാം. നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരുന്ന പാല് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഓട്സ് ആയതുകൊണ്ട് നമ്മൾ തണുക്കും തോറും അത് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ പാലും വെള്ളവും മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസായിട്ട് തന്നെ കിട്ടും. അല്ല, കട്ടിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ കുറച്ച് പാൽ ആഡ് ചെയ്താൽ. ഇപ്പോൾ നമ്മുടെ ഓട്സും കൊണ്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ നട്ട്സ് കൂടെ ഇടാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. സാധാരണ നമ്മൾ ഓട്സും കൊണ്ട് അങ്ങനെ പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ടേസ്റ്റും ഉണ്ട്, നിങ്ങൾക്ക് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളും കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നിടം വരെ സൈൻ ഓഫ്.